എൻ്റെ പേര് ഹരികൃഷ്ണൻ. ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. എനിക്ക് 2016 ഒരു ബൈക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചു. എൻ്റെ ഫേസ് ബോൺ കംപ്ലീറ്റ് പൊട്ടിയായിരുന്നു. അതോടനുബന്ധിച്ച് എൻ്റെ വലത് കണ്ണ് നല്ല ഫ്രാക്ചർ ഉണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ട് ചികിത്സയിലായിരുന്നു. പല്ല് വരെ ഇളകിപ്പോയ അവസ്ഥയുണ്ടായി. അങ്ങനെ ക്രീനിയോട്ടമി സർജറി ചെയ്തു. അത് കഴിഞ്ഞിട്ട് 6-7 മാസത്തെ ചികിത്സ കഴിഞ്ഞതിന് ശേഷം ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറുതായിട്ട് കാഴ്ച കുറയാൻ തുടങ്ങി എൻ്റെ വലത് കണ്ണിന്. അങ്ങനെ തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടുന്ന് പിന്നെ മധുരയിൽ പോയി, കോയമ്പത്തൂർ പോയി. ലാസ്റ്റ് മധുരയിൽ കണ്ണിന് ഇഞ്ചക്ഷൻ ഒരു 6 എണ്ണം എടുത്തു. അതുകൊണ്ട് വലിയ ബെറ്ററായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം കിടന്നു, ആയുർവേദം ചികിത്സിച്ചു. അത് കുറച്ച് നാൾ നോക്കി. എന്നിട്ടും വലിയ ഇമ്പ്രൂവ്മെൻ്റ് തോന്നാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞതനുസരിച്ചാണ് ഈ സുദർശനം ഹോസ്പിറ്റലിൽ ഞാൻ ജൂലൈ മാസത്തിൽ വന്നു. 3 മാസം മുമ്പ് വന്ന് ഫസ്റ്റ് ഒരു മാസത്തെ 2 ആഴ്ചത്തെ മരുന്ന് തന്നു. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു 8 ദിവസം കിടക്കണമെന്ന് പറഞ്ഞു. 8 ദിവസം കിടന്നിട്ട് ധാരയും മറ്റ് ആയുർവേദത്തിലെ ചികിത്സകളെല്ലാം നടത്തി. പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് വന്നതിനൊക്കെ 2 ലൈൻ വായിച്ചുകൊണ്ടിരുന്നത് പോകാൻ നേരത്തെ എനിക്ക് 4 ലൈൻ വായിക്കേണ്ട അവസ്ഥ വരെ വന്നു. പിന്നീട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. വലത് കണ്ണിനും ഇടത് കണ്ണിനും നല്ലതായിട്ടൊരു മാറ്റം തോന്നുന്നു. ഇപ്പോഴും ചികിത്സയ്ക്ക് മാസം വരുന്നുണ്ട്. അന്ന് മരുന്ന് കണ്ടിന്യൂ ചെയ്യുന്നു. 2 ലൈനിൽ നിന്ന് 5 ലൈനിലോട്ട് വരേണ്ടൊക്കെ ഒരു മാറ്റം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതിന് നന്ദി അറിയിക്കലും. ഡോക്ടറുടെ കീഴിൽ മരുന്ന് കണ്ടിന്യൂ ചെയ്യാനാണ് താല്പര്യം. പൂർണ്ണമായിട്ട് മാറും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതനുസരിച്ച് ഞാൻ മരുന്ന് കണ്ടിന്യൂ ചെയ്തു. ഞാൻ 8 ദിവസം താമസിച്ച അടിസ്ഥാനത്തിൽ നമ്മൾ ഇവിടുത്തെ സ്റ്റാഫുകളെല്ലാം നല്ല രീതിയിലാണ്. രാവിലെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങേണ്ട 6-7 ഐറ്റത്തോളം ഉണ്ട്. അത് ഉച്ചവരെ നമുക്ക് ആ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ സ്റ്റാഫുകളെല്ലാം നല്ലതാണ്. ഡോക്ടേഴ്സ്, സ്റ്റാഫുകൾ, ക്യാൻറ്റീനിലെ ഫുഡും നല്ലതാണ്. മറ്റ് അക്കോമഡേഷനും നല്ല, സറൗണ്ടിങ് ഏരിയ നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ്. എല്ലാവർക്കും ഇങ്ങനെ അവശത അനുഭവിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വരാൻ പറ്റുകയും അതിന് മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത്.